ഈ മേയറെ പഠിപ്പിക്കാൻ ട്യൂഷൻ മാസ്റ്റർമാർ ഇവിടെ വേണ്ടി വരും. നിജി ജസ്റ്റിൻ എന്ന് പറഞ്ഞ മേയർക്ക് ട്യൂഷൻ കൊടുക്കേണ്ടി വരും. ട്യൂഷൻ കൊടുക്കുന്നതിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഒരുപക്ഷെ രാജമ്പലനായിരിക്കും. ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുകയും ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഇവിടുത്തെ വിജയം കഴിഞ്ഞ് എത്രയോ ദിവസമാണ് സാമുദായിക ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ തവണ അവിടെ ഇവിടെയും കയറി നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അവസാനം ഗതിയില്ലാതെ വന്നപ്പോൾ അവർ ഒരു വ്യക്തിയെ നൂലും ഇറക്കി കൊണ്ടുവന്നു. ഒരൊറ്റ കാര്യം, ഈ പാർട്ടി നടപടി ഉണ്ടായാൽ ഡാലി ജെയിംസ് പദവി രാജിവെച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധൈര്യം കാണിക്കും. അത് അത്രത്തോളം ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് എനിക്ക് പറയാം. കോൺഗ്രസ്സുകാരി തന്നെ, അതിലൊരു സംശയമില്ല. അച്ചടക്ക നടപടി ഉണ്ടായാലും ഇവർ നാലാളല്ലല്ലോ സുഹൃത്തുക്കളെ ഇവിടെ പാർട്ടി എന്ന് പറയുന്നത്. ഇതിന് മേൽഘടകമുണ്ട്, ഇതിൽ അപ്പുറത്തിരിക്കുന്ന, അതായത് ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിൻ്റെ ഗ്രൂപ്പാണ് ഇതിവിടെ കളിച്ചിട്ടുള്ളത്. റോളുണ്ട്. അത് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി എങ്ങോട്ട് വന്നു ആർക്കൊക്കെ കൊടുത്തു ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജയ്സ അത്തരം ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കേട്ട കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരെ കൂടെ എന്നെ 2-3 പേര് വിളിച്ചു. അവരെ വിളിപ്പിച്ചതാണ്. എന്നോട് പറഞ്ഞു ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ഉപദേശകരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ കൂടുതലായി മനസ്സ് തുറന്നിട്ടില്ല. ഞാൻ മനസ്സ് തുറക്കേണ്ട ഘട്ടം വന്നാൽ തീർച്ചയായും ആ മനസ്സ് ഞാൻ തുറക്കും. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും. ആ മനസ്സ് തുറക്കുമ്പോൾ അതിന്റെ സ്റ്റെപ്പിനുള്ളിൽ നിന്ന് രാജൻപല്ലന്റെ ചില രഹസ്യങ്ങൾ പുറത്തു വരും. അത് രാജൻപല്ലൻ ഉൾപ്പെടെയുള്ള കൂടുതൽ അദ്ദേഹമാണ് ഇതിനകത്ത് കളിച്ചത്. അദ്ദേഹം ഒരു ചരട് വലിച്ചത് ഈ തൃശ്ശൂർ സീറ്റ്, നിയമസഭാ സീറ്റ് അദ്ദേഹത്തിന് വേണം. ഈ നിയമസഭാ സീറ്റ് രാജൻപല്ലന് കിട്ടാൻ വേണ്ടി ഒരു ഹിന്ദു മേയറെ കൊണ്ടുവരാൻ പരമാവധി പരിശ്രമിച്ചു. ആ പരിശ്രമം വിഫലമായപ്പോൾ ഒരു സന്തുലിതാവസ്ഥ ഇവിടെ RC വേണമെന്ന് പറഞ്ഞു എന്നെ മുന്നോട്ട് വെച്ചു. എന്നെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ വീണ്ടും ഇവരെ മറ്റൊരാളിലേക്ക് കടക്കുകയും, അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മേയറെ പഠിപ്പിക്കാൻ ട്യൂഷൻ മാസ്റ്റർമാർ ഇവിടെ വേണ്ടി വരും. നിജി ജസ്റ്റിൻ എന്ന് പറഞ്ഞ മേയർക്ക് ട്യൂഷൻ കൊടുക്കേണ്ടി വരും. ട്യൂഷൻ കൊടുക്കുന്നതിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഒരുപക്ഷെ രാജമ്പലനായിരിക്കും. അവർക്ക് ഈ 5 വർഷവും ഇനി റോൾ ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാൻ വേണ്ടി അദ്ദേഹവും കാത്തിരിക്കുക. എന്തിനാ പരാതിപ്പെടണേ? അദ്ദേഹം ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും. കാരണം ഞങ്ങൾ അത്യാവശ്യം അദ്ദേഹം 5 വർഷ കൗൺസിലർ, ഞാൻ 4 തവണയായി. അദ്ദേഹം 5 തവണ, ഞാൻ 4ാം തവണ. അപ്പോൾ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഞങ്ങളുണ്ട്. ട്യൂഷൻ മാസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. അല്ല, അത് വരട്ടെ, അത് വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റും. അല്ലല്ല, അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. രാജമ്പല്ലൻ ട്യൂഷൻ ഇവിടെ കൊടുക്കാൻ വരരുത് ദയവുണ്ടായിട്ട്. രാജമ്പല്ലൻ ട്യൂഷൻ എടുക്കാൻ വന്നാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജമ്പല്ലൻ എന്ന് പറഞ്ഞ ആൾ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് എന്തു ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വ്യക്തതയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആ പാർട്ടി അച്ചടക്കം ഇന്ന് വരെയും പാലിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, KC വേണുഗോപാൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന 4 പേര് 5 പേരാണ് ഇതിനു വേണ്ടി മുഴുവൻ ചുക്കാൻ പിടിച്ചത്. ആ പേര് ഞാൻ വെളിപ്പെടുത്തില്ല. അത് നിങ്ങൾ തീരുമാനിച്ചോളെ. അതായത് ഈ 5 പേര് ഇവിടെ പല ഘട്ടങ്ങളിലായി നിജി ജസ്റ്റിന്റെ വീട്ടിലാണ് യോഗങ്ങൾ വരെ ചേർന്നിട്ടുള്ളത് പലപ്പോഴായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നാണ് ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുകയും ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്.